റഹീമിന്റെ ശിക്ഷാ കാലാവധി കഴിയാൻ ഇനിയും മണിക്കൂറുകൾ. 20 വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി മെയ് 19 അവസാനിക്കും. റഹീം വൈകാതെ ജയിൽ മോചിതനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹത്തിന്റെ കുടുംബവും നിയമസഹായ സമിതിയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗദിയുടെ കാരുണ്യത്തിലാണ് റഹീമിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. 21-ന് സൗദിയിൽ പെരുന്നാൾ അവധി തുടങ്ങും. അതുകൊണ്ട് കൃത്യമായി ഏത് ദിവസം റഹീം ജയിൽ മോചിതനാകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് അബ്ദുൾ റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. റഹീമിന്റെ മോചനത്തിനായി പിരിഞ്ഞു കിട്ടിയതിൽ 11.5 കോടി രൂപയോളം ബാക്കിയുണ്ട്. റഹീം നാട്ടിലെത്തിയ ശേഷം കമ്മിറ്റി ചേർന്ന് ഫണ്ട് എന്ത് ചെയ്യണമെന്ന കാര്യം തീരുമാനിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വധശിക്ഷയിൽ നിന്ന് റഹീം നേരത്തെ ഒഴിവാക്കപ്പെട്ടിരുന്നു. റഹീമിന് കോടതി വിധിച്ച തടവ് ശിക്ഷ മെയ് 3-ാം വാരം അവസാനിക്കും. ഇതോടെ 2 പതിറ്റാണ്ടിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾ അവസാനിക്കും. 2006 നവംബറിലാണ് സൗദി ബാലനായ അനസ് ഫയാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാവുന്നത്. തുടർന്ന് 2012-ൽ കോടതി വധശിക്ഷ വിധിച്ചു. സ്വകാര്യ അവകാശ നിയമപ്രകാരമുള്ള ഈ വധശിക്ഷ ഒഴിവായത് 2 വർഷം മുമ്പാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സഹായത്തോടെ സമാഹരിച്ച 1.5 കോടി റിയാൽ നൽകിയതോടെയാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം മാപ്പ് നൽകിയത്. തുടർന്ന് കോടതി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ലോക മലയാളികൾ ഒന്നടങ്കം കൈകോർത്ത് സമാഹരിച്ച 34 കോടി രൂപ ദിയാധനമായി നൽകിയതോടെ വധശിക്ഷയിൽ നിന്ന് റഹീം രക്ഷപ്പെട്ടു. ഇതിന് പിന്നാലെ റിയാദിലെ ക്രിമിനൽ കോടതി റഹീമിന് സൗദി പൊതു നിയമപ്രകാരം തടവ് ശിക്ഷ പൂർത്തിയാക്കണമെന്ന് വിധിക്കുകയായിരുന്നു. ഈ തടവ് കാലാവധിയാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്.